സത്യഭാമയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എന്നെ കണ്ടിട്ട് നീ ഒന്ന് കുലുങ്ങിയ മട്ടുണ്ടല്ലോ എന്ന് വിഷ്ണുവിനോട് സഹദേവൻ ചോദിക്കുകയാണ്. അന്നേരം നിന്നെ കണ്ടിട്ട് സഹദേവ ഞാൻ എന്തിനാണ് കുലുങ്ങുന്നത്? എലിയെ കണ്ടിട്ട് പുലി പേടിച്ച ചരിത്രമില്ലല്ലോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇത് ജനാധിപത്യ ഭരണമാണ്, ചിലപ്പോൾ പുലിയെയൊക്കെ എലി ഭരിച്ചെന്നിരിക്കും എന്ന് സഹദേവൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ തോളത്തേക്കൊന്ന് നോക്കിയേ, പഴയ SI സഹദേവനല്ല, ഇപ്പോൾ ഞാൻ CI ആണ്, CI സഹദേവൻ എന്ന് ഉറക്കെ പറയുകയാണ് സഹദേവൻ. അന്നേരം പറയുകയാണ്, നീ തോളിലുള്ള നക്ഷത്രത്തിൻ്റെ എണ്ണമൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട, ഇതിനേക്കാൾ നക്ഷത്രത്തിൻ്റെ എണ്ണം കൂടുതലുള്ള ആൾക്കാരുമായിട്ടാണ് ഈ വിഷ്ണുവിനെ കൂട്ട്, പിന്നെ ഇത് കാണിക്കാനാണ് നീ വന്നതെങ്കിൽ ഞാനങ്ങ് പേടിച്ചു, പോട്ടെ CI സഹദേവൻ സാറേ എന്ന് പറഞ്ഞിട്ട് വിട്ടോന്ന് പറയുകയാണ് വിഷ്ണു. നക്ഷത്രം കാണിക്കാനല്ല, നിന്നെക്കൊണ്ട് നക്ഷത്രം എണ്ണിക്കാനാണ് സഹദേവൻ വന്നിരിക്കുന്നത് എന്ന ഒരു വാശിയോടുകൂടി സഹദേവൻ പറയുകയാണ്. ഈ സമയത്ത് രാഘവൻ നായരുടെ വീൽചെയറും തള്ളിക്കൊണ്ട് ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട്. നീയും നിൻ്റെ അമ്മയും കൂടി അന്ന് എനിക്ക് ഒരു വലിയ അടിയാണ് തന്നത്, അതിൽ നിന്നും കര കയറാനായിട്ട് ഞാൻ ഒരുപാട് സമയമെടുത്തു, പക്ഷേ പിന്നീട് ഞാൻ CI ആയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പഴയ സ്റ്റേഷനിലേക്ക് തിരികെ വന്നത്, അപ്പോൾ നമുക്ക് പോയേക്കാം വിഷ്ണു എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിക്കുകയാണ് സഹദേവൻ. അന്നേരം ആ കൈ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് എവിടേക്ക്, നിൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണോ പോകുന്നത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഈ വിഷ്ണുവും സഹദേവനും തമ്മിലുള്ള സംസാരമൊക്കെ ശാലിനിയും സുസ്മിതയും ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നു. പക്ഷെ രാഘവൻ നായർക്ക് കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ ഒരു ദേഷ്യഭാവത്തോടു കൂടി തന്നെ രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, നീ സ്ഥലം വിടാൻ നോക്ക്, നിനക്ക് സ്ഥലമോ ആളും ഒക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ശാലിനിയോടും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അങ്ങ് അകത്തേക്ക് കയറാൻ. തുടർന്ന് വിഷ്ണുവും അകത്തേക്ക് കയറാൻ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ കൈക്ക് വട്ടം പിടിച്ചിട്ട് സഹദേവൻ പറയുകയാണ്, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന്. അന്നേരം എന്തിനെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി കിട്ടിയ പരാതി നിനക്കെതിരെയാണ്, നീ ഒരാളുടെ വീട് കയറി ആക്രമിച്ചെന്നോ കൊല്ലാൻ ശ്രമിച്ചെന്നോ ഒക്കെ ഉള്ള ഒരു പരാതി കിട്ടിയെന്ന്. അന്നേരം CI സാറിന് ഇവിടെ സ്ഥലം അത്ര പരിചയമില്ലാത്തത് കൊണ്ട് ആള് മാറിയതായിരിക്കും എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം സഹദേവൻ പറയുകയാണ്, അന്നേരം പരാതി വാങ്ങി പേപ്പറിൽ എഴുതി മേശയ്ക്കകത്ത് വെക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്, നല്ല ബോധ്യമുണ്ട് എനിക്ക്, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് വീണ്ടും സഹദേവൻ പറയുകയാണ്. അന്നേരം വിഷ്ണു വീണ്ടും സഹദേവനോട് തട്ടിക്കയറാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് ശാലിനി വന്ന് പിടിച്ചു മാറ്റിയിട്ട് പരാതിക്കാരൻ ആരാണെന്ന് ശാലിനി സഹദേവനോട് ചോദിക്കുകയാണ്. പരാതിക്കാരനല്ല, പരാതിക്കാരി വസുമതി കുഞ്ഞമ്മ എന്ന് സഹദേവൻ പേര് പറയുകയാണ്. അന്നേരം വിഷ്ണു തലേദിവസം പ്രീതിയുടെ വീട്ടിൽ പോയതും വസുമതിയുടെ തല ചുവരിൽ ഇടിച്ച് മുറിഞ്ഞതുമൊക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, സാർ എനിക്ക് കുറച്ച് സമയം തരണം, വസുമതി ആൻറ്റിയെ കൊണ്ട് ഞാൻ പരാതി പിൻവലിപ്പിക്കാമെന്ന്. അന്നേരം അതൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷേ പരാതി കിട്ടിയാൽ നടപടി എടുക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് സഹദേവൻ പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ വിഷ്ണുവിൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുകയാണ്. അന്നേരം അതൊക്കെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് രാഘവൻ നായർ ശാലിനിയുമൊക്കെ. തുടർന്ന് അത് വിലങ്ങ് വെച്ച ശേഷം സഹദേവൻ പറയുകയാണ്, ഈ കാഴ്ച കാണാൻ സത്യഭാമ കൂടി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ സാരമില്ല, അവർ ഇതിനേക്കാളും വലിയ കാഴ്ച കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. ഇതേസമയം സഹദേവനൊരു ഫോൺ വരുന്നുണ്ട്. തുടർന്ന് വെളിയിലേക്ക് മാറുന്ന സംസാരിക്കുകയാണ്, ഞാൻ സ്ഥലത്തെത്തി, ലോപ്പസ് മുതലാളി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ CI ആയിട്ടാണ്, പിന്നെ ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം, വീട്ടിൽ എടുത്തു വെച്ചിരുന്നാൽ മതി, ഞാൻ വന്നോളാമെന്ന് ഫോണിൽ സഹദേവൻ സംസാരിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണു രാഘവൻ നായരോടും ശാലിനിയോടും എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഈ കാര്യം അമ്മ അറിയരുതെന്ന്. എന്നിട്ട് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, നിന്റെ വായിൽ നിന്നെങ്ങാനും ഇത് അമ്മ അറിഞ്ഞാൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വരും, അത് നിന്നെ കൊന്നിട്ടായിരിക്കും എന്ന് വിഷ്ണു തറപ്പിച്ച് ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം ആകെ പേടിച്ചിട്ട് ഇല്ല വിഷ്ണു ഏട്ടാ ഞാൻ പറയില്ല എന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് കോൺസ്റ്റബിൾ രാഘവൻ നായരോട് പറയുന്നുണ്ട്, രാഘവൻ സാറേ ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത്, ഇവിടുത്തെ ഔദാര്യം വാങ്ങിച്ചിട്ട് മുറ്റത്ത് വന്ന് അനീതി കാണിച്ചു എന്ന് തോന്നരുത്, നമുക്ക് പറയുന്ന ഡ്യൂട്ടി ചെയ്തല്ലേ മതിയാവൂന്ന്. അന്നേരം അത് തലകുലിക്ക് രാഘവൻ നായർ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് പോകാൻ നേരം വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് ശാലിനി ഓടിച്ചെന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖഭാഗത്ത് സങ്കടം വരുന്നെങ്കിലും വിഷ്ണു അത് പുറത്ത് കാണിക്കാതെ ശാലിനിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ജീപ്പിലേക്ക് കയറുകയാണ്. തുടർന്ന് ശാലിനി ചെന്ന് സഹദേവനോട് പറയുന്നുണ്ട്, എനിക്കൊരു 1 മണിക്കൂർ സമയം തന്ന വസുമതി ആൻറ്റിയെ കൊണ്ട് ഞാൻ കേസ് പിൻവലിപ്പിക്കാം, ഇത് വീട് കയറി ആക്രമണമൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ വീട്ടുവഴക്കായിരുന്നു, വസുമതി ആൻറ്റിയുടെ മകനാണ് സത്യഭാമയുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്, അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താഴ്മയായിട്ട് ശാലിനി സംസാരിക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയ്ക്ക് ബോധം വീഴുകയാണ്. സത്യഭാമ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഈ വിഷ്ണു എന്ന് വിളിക്കുന്നതൊക്കെ രാഘവൻ നായർ
കേൾക്കുന്നുണ്ട്. അയ്യോ, ഫാം എഴുന്നേറ്റു, പ്രശ്നമാകുമല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായർ ആകെ ടെൻഷനാവുകയാണ്. തുടർന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട്, ഈ വസുമതി ആൻറ്റിക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു, എന്നോടൊരു ഉപദേശം തേടിയിരുന്നെങ്കിൽ ഇത് വെച്ച് കളിക്കാനുള്ള ഒരു ഉഗ്ര ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ഇതേ സമയം ശാലിനി ഒരുപാട് താഴ്മയായിട്ട് സഹദേവനോട് സംസാരിക്കുന്ന കേട്ടിട്ട് ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുകയാണ്, ശാലിനി ഒന്ന് നിർത്തുന്നുണ്ടോ, ഇവനെ പോലുള്ള ഒരാളുടെ മുമ്പിൽ കുനിയേണ്ടതല്ല തൻ്റെ ശിരസ്. ഈ കോടതിയും പിന്നെ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ മുട്ടിടിക്കുന്നവനല്ല വിഷ്ണു. ഈ വിഷ്ണു ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, താൻ ചുമ്മാതിരിക്ക് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുകയാണ്. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കേണ്ട താനാണ്, മനസ്സിലായോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ ഒരു പ്രസംഗം കേട്ടില്ലേന്ന് പറഞ്ഞ് പിടിച്ച് കേട്ടിടമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ സഹദേവൻ പിടിച്ച് തള്ളുന്നുണ്ട്. അന്നേരം സഹദേവാന്ന് ദേഷ്യത്തോടെ വിഷ്ണു വിളിക്കുകയാണ്, എന്താടാ നോക്കുന്നത്, അങ്ങോട്ട് കയറടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ് സഹദേവൻ. തുടർന്ന് അവർ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. വണ്ടി പോയ ശേഷമാണ് സത്യഭാമ വിഷ്ണു വിഷ്ണു എന്നും പറഞ്ഞ് സിറ്റൗട്ടിലേക്ക് വരുന്നത്. അന്നേരം ആ വിളി കേട്ടിട്ട് രാഘവൻ നായരും സുസ്മിതയും ഒക്കെ ടെൻഷൻ ആകുന്നുണ്ട്, ഇനി സത്യഭാമ കണ്ടു കാണുമോ എന്ന്. തുടർന്ന് ശാലിനിയും ഒന്ന് ടെൻഷൻ ആവുകയാണ്. തുടർന്ന് ഇവളെന്തിനായി മുറ്റത്ത് നിൽക്കുന്നത് എന്ന് സത്യഭാമ ചോദിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു എവിടെ എന്ന് എല്ലാവരോടും തിരക്കുന്നുണ്ട്. അന്നേരം അത് വിഷ്ണുവേട്ടെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ആകെ തപ്പിത്തടഞ്ഞ് നിൽക്കുമ്പോൾ ശാലിനി വന്നിട്ട് വിഷ്ണുവേട്ടൻ സത്യാമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയി എന്ന് ഒരുവിധം ശാലിനി പറഞ്ഞൊപ്പിക്കുകയാണ്. അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് എല്ലാവരോടുമായിട്ട് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അത് ഞാൻ സുസ്മിത പറയുമെന്ന് കരുതി, അതാണ് മിണ്ടാതിരുന്നതെന്ന്. അന്നേരം സുസ്മിത കരുതുകയാണ്, ഇയാളിപ്പോൾ അസല് കള്ളനാണല്ലോ എന്ന്. തുടർന്ന് വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ്, വിഷ്ണുവിനെ ആരോ വിളിക്കുന്നത് കേട്ടല്ലോ എന്ന്. അന്നേരം അത് കൂട്ടുകാരനായിരുന്നു എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ഏത് കൂട്ടുകാരൻ എന്ന് ചോദിക്കുകയാണ് വീണ്ടും സത്യഭാമ. അത് കമലൻ എന്ന് ശാലിനി പറയുന്നു. തുടർന്ന് രാഘവൻ നായർ സംസാരം അവസാനിപ്പിക്കാനെ ചോദിക്കുകയാണ്, ഇതെന്താ സത്യഭാമേ നീ ഒരു പോലീസ് മുറയിൽ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അന്നേരം എനിക്ക് അവനെ ഒന്ന് കാണാൻ തോന്നുന്നു, അവൻ വന്ന ഉടനെ എന്നെ അറിയിക്കണേന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാലിനി രാഘവൻ നായരോട് പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും വച്ചാൽ ഞാൻ പോയി വസുമതി ആൻറ്റിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വസുമതി ആൻറ്റി പരാതി പിൻവലിച്ചാലേ വിഷ്ണുവേട്ടനെ അയാൾ വെറുതെ വിടൂ. ഞാനും ഇപ്പോൾ ശത്രുപക്ഷത്താണ്, ഞാനും ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അമ്മ അതേ ഉള്ളൂ ഒരു വഴി. അമ്മയ്ക്ക് എന്തായാലും വസുമതി ആൻറ്റി ഒരു വിലയൊക്കെ കൽപ്പിക്കാറുണ്ട്, അമ്മയോട് പറയാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ എടുക്കാനാണെന്ന് തോന്നുന്നു അകത്തേക്ക് പോവുകയാണ്. ഇതേസമയം വസുമതി ചിത്രയോട് പറയുന്നുണ്ട്, സഹദേവൻ ഇപ്പോൾ എലിയെ പൂച്ച തൂക്കുന്നത് പോലെ ഇപ്പോൾ തൂക്കിക്കാണും. സഹദേവൻ്റെ സ്റ്റേഷനിലെ 4 ചുമരുകൾക്കുള്ളിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വിജയി പോലെ ആകെ കലിതുള്ളുകയാണ് വസുമതി. തുടർന്ന് വിഷ്ണുവിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സഹദേവൻ. അന്നേരം ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ ഇങ്ങോട്ട് പിടിച്ചിറക്കാനായിട്ട് കോൺസ്റ്റബിൾമാരോട് പറയുന്നുണ്ട്. അന്നേരം ആശാനെ ഇറങ്ങുമെന്ന് അവർ പറയുമ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് ഇറക്കുകയാണ് സഹദേവൻ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവരുടെയൊക്കെ ആശാനാവാനായിട്ട് ഇവരെ ഏത് കളരിയിലാണ് നീ എഴുത്തിനിരുത്തിയതെന്ന്. അന്നേരം കൈ എടുക്കടാന്ന് വിഷ്ണു പറയുന്നുണ്ട്. എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് സഹദേവൻ ചോദിക്കുകയാണ്. തുടർന്ന് കൈ എടുക്കടാന്ന് ഉറക്കെ വിഷ്ണു പറയുമ്പോൾ ആകെ പേടിച്ച് വിഷ്ണുവിൻ്റെ ഷർട്ടിൽ നിന്നും കൈ വിടുകയാണ് സഹദേവൻ. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഇത് സ്റ്റേഷന് പുറത്തുള്ള സീനാണ്, ഇവിടെ പോലീസുകാർ മാത്രമല്ല നാട്ടുകാർ മൊത്തം സാക്ഷിയുണ്ടാവും. ഇവിടെ വെച്ച് സാറിന് എന്തെങ്കിലും കിട്ടിയാൽ സാറിന് മൊത്തം ക്ഷീണമല്ലേ ഉണ്ടാകുന്നത്. ഞാൻ അകത്തേക്ക് വരികയല്ലേ, പോരാത്തതിന് എൻ്റെ കയ്യിൽ വിലങ്ങുമുണ്ട്, പിന്നെ എന്തിനാ ഇത്ര ധൃതി, പിന്നെ ഇവരുടെയൊക്കെ ആശാൻ ഞാൻ എങ്ങനെയായി, അതേത് കളരിയാണ് എന്നുള്ളത് സഹദേവ സാറിന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന വാശിയോടുകൂടി വിഷ്ണു പറയുമ്പോൾ നീ എന്നെ പേടിപ്പിക്കുന്നോടാന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണുവിൻ്റെ ഷർട്ടിന് സഹദേവൻ കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം അപ്പോൾ സഹദേവൻ സാർ പേടിച്ചു എന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ വീണ്ടും അറിയാതെ അങ്ങ് കൈ എടുക്കുകയാണ് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് സഹദേവൻ. അപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ കോളറിലൊക്കെ പിടിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം വീണ്ടും കോളറിലേക്ക് പിടിച്ചിട്ട് കോളറിൽ പിടിച്ചാൽ നീ എന്ത് ചെയ്യുമെടാന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ വിലങ്ങ് ഇട്ട കൈ കൊണ്ട് തന്നെ അതങ്ങ് സഹദേവൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ബ്രാൻഡഡ് ഷർട്ടാണ് സാറേ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം തന്നെ കളിയാക്കുമ്പോൾ ആകെ നാണം കിടുന്ന സഹദേവൻ കൊണ്ടുവാടോ അവനെ എന്ന് കോൺസ്റ്റബിൾമാരോട് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നു.
തുടർന്ന് കോൺസ്റ്റബിൾ വിഷ്ണുവിനെ ആശാനെന്ന് വിളിക്കുകയാണ്. ഞങ്ങളോടൊന്നും തോന്നല്ലേ എന്നും പറയുന്നുണ്ട്. കുഴപ്പമില്ല, പോകാമെന്ന് അവരോട് വിഷ്ണു പറയുകയാണ്. അന്നേരം തിരിഞ്ഞു നിൽക്കുന്ന സഹദേവൻ എന്താടോ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കോൺസ്റ്റബിൾ ദാ കൊണ്ടുവരുന്നു ആശാനെന്ന് പറഞ്ഞിട്ട് അയ്യോ അല്ല സാറേ എന്ന് പറയുകയാണ്. അന്നേരം അത് മനസ്സിലായ പോലെ മീശയൊന്ന് ചുരുട്ടുകയാണ് സഹദേവൻ. തുടർന്ന് വിഷ്ണുവിനെയും കൊണ്ട് കോൺസ്റ്റബിൾമാരങ്ങ് അകത്തേക്ക് കയറുമ്പോൾ അകത്തു നിന്നും ഒരു കോൺസ്റ്റബിൾ പുറത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ അത് സഹദേവൻ ചോദിക്കുകയാണ് താൻ സല്യൂട്ട് ചെയ്ത് എന്നെയാണോ അതോ ഇവനെയാണോ എന്ന്. അന്നേരം ആ കോൺസ്റ്റബിൾ പറയുകയാണ് അല്ല സാറിനെ തന്നെയാണ് സല്യൂട്ട് ചെയ്തതെന്ന്. അത് കേട്ടങ്ങ് കുലുങ്ങി ചിരിക്കുകയാണ് വിഷ്ണു. തുടർന്ന് സഹദേവൻ അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസ് തന്നെ അയ്യപ്പണ്ണാന്ന് വിളിച്ച് ചിരിച്ചിട്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം വേറൊരു കോൺസ്റ്റബിൾ അയ്യപ്പനോട് ചോദിക്കുകയാണ് ഇയാൾക്കിത് എന്തിൻ്റെ കേടാണെന്ന്. അന്നേരം പണി ഇരുന്ന് വാങ്ങാൻ പോവുകയല്ലേ, തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത്, കിട്ടുമ്പോൾ അങ്ങ് മതിയായിക്കോളുമെന്ന് ആ കോൺസ്റ്റബിൾ അയ്യപ്പൻ പറയുകയാണ്. തുടർന്ന് സിഐയുടെ ക്യാബിനിലേക്ക് എത്തിയ ശേഷം അവനെ ഇങ്ങ് കൊണ്ടുവാടാന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് വീണ്ടും കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തുന്നുണ്ട്. കോളറിലല്ല, എവിടെയാണ് പിടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നീ പറഞ്ഞതുപോലെ സ്റ്റേഷനകത്താണ് കളി നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിച്ചു പോകാമെന്ന് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സഹദേവൻ പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ആ ഫ്ലാഷ് ബാക്കാണ്. സഹദേവൻ ജീപ്പിൻ്റെ മുകളിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിച്ച് വച്ചിരുന്ന ശേഷം വിഷ്ണു കാറിൽ വരികയാണ്. അന്നേരം ഫ്രണ്ട് സീറ്റിൽ നിന്ന് രമണൻ പിള്ള ഇറങ്ങിയ ശേഷം ബാക്കിലെ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ വസുമതിയല്ല സത്യഭാമ ഇറങ്ങി വരികയാണ്. അന്നേരം അടുത്ത ഇര വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സഹദേവൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് രമണൻ പിള്ളയും സത്യഭാമയും ചേർന്ന് സഹദേവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത്രയും ഓർമ്മിച്ചിട്ട് അതേസമയം വിഷ്ണുവിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സഹദേവൻ അത്രയും ഓർമ്മിച്ച ശേഷം വിഷ്ണുവിനെ അങ്ങ് നോക്കുകയാണ്. പക്ഷെ അന്നേരവും കുലുങ്ങി അങ്ങ് ചിരിക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഒന്ന് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.